എടി ഇസ, എഴുന്നേറ്റ് വാടി. അമ്മ പൂമുഖത്തിനൊരു ബ്ലാക്ക് ടീയാ. അവളുടെ അമ്മൂമ്മയുടെ ഒരു ബ്ലാക്ക് ടീ. അമ്മച്ചി തരാൻ പറ്റുന്നങ്ങ് പറഞ്ഞാ പോലെ എന്തിനാ ഇങ്ങനെ തെറിയൊക്കെ പറയണേ? തെറിയല്ല, പലതും പറയാൻ എന്റെ നാവ് ധരിക്കണ്ട്. പറയാത്തത് എന്റെ മര്യാദ. 20 വയസ്സായില്ലേ നിനക്ക്? ഒരു പച്ചവെള്ളം എങ്ങനെ നിനക്ക് തിളപ്പിക്കാൻ അറിയോ? ഓ പോട്ടെ, നീ ഇന്ന് പല്ലെങ്കിലും തേച്ചിട്ടുണ്ടോ? പല്ല് തേക്കാൻ നിനക്ക് ഇവിടെ നിന്ന് ഫുഡില്ല. ഓ, അത്രക്ക് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കണോ അമ്മേ? ഞാൻ ചെരുപ്പ് എടുക്കണോ അല്ലെങ്കിൽ നീ പോയി പല്ല് തേക്കോ? ഓ മൈ ഗോഡ്, ഒരാൾ ഇടഞ്ഞു നിൽക്കുകയുള്ളൂ. ഇന്ന് പല്ല് തേച്ചില്ലെങ്കിൽ ഫുഡ് ഉണ്ടാവില്ല. ഫുഡ് മുഖ്യമ്പിക്കില്ലേ? അമ്മച്ചി അവളെ ചീത്ത പറഞ്ഞ് എന്തുകൊണ്ട് നന്നായി. ഇനിയെങ്കിലും അവള് പോയി ഒന്ന് മര്യാദക്ക് പല്ല് തേക്കട്ടെ. നീ പല്ലേച്ചായിരുന്നാ? അത് അമ്മ, ഞാനേ ഒന്ന് മറന്നു പോയായിരുന്നു. ഏടി കുക്കി, നീ ഇന്ന് കോളേജിൽ പോവണ്ട? അതെന്താ? ഞാൻ ഇന്ന് കോളേജിൽ പോവണ്ടേ? എടീസ, മണിച്ചിത്രത്തായ കോൾഡ് ഫാഷനായിടി, നീ അറിഞ്ഞില്ലേ? ഒഞ്ഞി പോടി. അപ്പനെന്താ എന്നോട് ഇരിക്കാത്ത? ഞാൻ പോവണ്ടാന്ന്. അവള് പോണ്ടെങ്കി നീയും പോവെന്ന് എനിക്കറിയാം. അയ് ശരി. എടി ഈസ, നീയൊക്കെ ഈ പ്രാവശ്യം സെമ്മിൽ എന്നെ കൊണ്ട് സപ്ലൈക്കോയിൽ അരി വാങ്ങിക്കാൻ നിർത്തോ? സപ്ലൈക്കോയാ? അതെന്താ? ഓ ഓ ഓ, മമ്മി ഉദ്ദേശിച്ചത് സപ്ലൈ ആണോ? ഓ, കവിയത്രി അതാണോ ഉദ്ദേശിച്ചത്? അത് തന്നെ. ഈ പ്രാവശ്യം നിങ്ങൾ അത് വാങ്ങിച്ചോണ്ട് വരുമോ? മമ്മിക്ക് വാങ്ങിക്കണമെന്നാണ് നിർബന്ധം. ഇനി ഞങ്ങള് വാങ്ങിച്ചോണ്ട് വരാട്ടോ. ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വാടി, നിന്നെയൊക്കെ ഞാൻ ഒന്ന് കൊല്ലും. അതെ അതെ മനുഷ്യ, അപ്പുറത്ത് പുതിയ താമസക്കാരൊന്നുണ്ട്. നമുക്കൊന്ന് അവിടം വരെ പോകണ്ടേ? ഇന്ന് ഈവനിങ് പോവാം. ബൈ ദ വൈ മമ്മി, പുതിയായിട്ട് വന്ന താമസക്കാരിൽ എത്ര ബോയ്സ് ഉണ്ട്? ഏറെടം കേട്ടവളെ. ഓ, എന്റെ ജീവൻ ഇല്ലാതെ പോയി. എന്റെ ജീവനെ. എന്താ കവിയത്ര ഉദ്ദേശിച്ചേ? അതോ പകച്ചു പോയി എന്റെ ഭാര്യ. മ്ലേച്ഛം. ഒന്നേനേറ്റ് പൊടിയിട്ടക്കാടി. അത് എന്റെ കെട്ടിയോൻ. എടി എടി എടി, നീ എന്റെ കെട്ടിയോനെ പറയലോടി ബ്ലഡി ബുൾഷിറ്റ്. എടി ജീനി, ഇവളമാരുടെ കോളേജിൽ കൊടുത്ത ക്യാഷ് വേസ്റ്റ് ആയില്ല. തെറിയെങ്കിൽ തെറി, അതെങ്കിലും ഇംഗ്ലീഷിൽ പറയാൻ ഒരു പഠിച്ചില്ലേ? ഒന്ന് പോയ മനുഷ്യ. അച്ഛാ, അതെ. എന്താ ഇസാ? അച്ഛനെപ്പോഴാ മരിക്കണേ? എഴുന്നേറ്റ് കൂടി രണ്ടും. മമ്മി, ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അതെ അമ്മേ, ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. മക്കളെ എന്താ മമ്മി കാര്യം പറ. മമ്മീനെ വല്ല ചന്ദ്രമഴ സീരിയലെല്ലാം അഭിനയിക്കാൻ വിളിച്ചാ? ഇല്ല. എന്നാ കാര്യം പറ. മക്കളെ, ആ കോളേജ് അതുപോലെ തന്നെ വെക്കണം കേട്ടോ. ഒരു കേടുപാടും അതിനെ പരുത്തരുത്. ഞങ്ങളെ ഇപ്പൊ ആൻസർ തരാനുള്ള സമയമില്ലാതെ പോയി. ഞങ്ങള് വന്നിട്ട് അതിനുള്ള ആൻസർ തരാട്ടാ. എടീസ, അപ്പുറത്തെ വീട്ടിൽ നല്ല ഉളക്കം പറ്റിയ ചെക്കന്മാരുണ്ടാ. കൊള്ളാലേ. പിന്നെ പൊളിയല്ലേ? നടക്കുന്ന വല്ല കാര്യം പറയസ്ര. ഓ, നടക്കണ്ടേ, ഇത്തിരി ഇരിക്കാൻ പറ. അവിടെ ചേറിട്ട് കൊടുക്ക. ഓ എടി, വാഴക്ക് പരിവർത്തനം സംഭവിച്ചപ്പോ ഉണ്ടായോളെ. നിന്നോട് സംസാരിക്കാൻ വന്ന എന്നെ വേണം പിടിച്ചു തരില്ല. ഒന്ന് പോടി. എടി, ഇന്ന് ക്ലാസ്സിൽ കയറണോ? പിന്നെ കയറിയില്ലെങ്കിൽ മിസ് പോരാളി വിളിച്ച് പറയും. പിന്നെ നമ്മുടെ കാര്യം ഖതം ഹോഗയാ. ഓർത്തിട്ട് എന്നെ പേടിയാവുന്നു. എടി ഇസ, ഒരു ചിന്ന പ്രശ്നം. എന്താടി? എടി, നമ്മുടെ ക്ലാസ്സിൽ ആരോ ഉള്ളതായിട്ട് നീ ചുമ്മാ ഒന്ന് തോന്നുന്നു. ഓ, ചുമ്മാ അല്ലേ, ചിലപ്പോ തോന്നിയായിരിക്കും. എടി, പേടിക്കണ്ട. പുതിയ കുട്ടിയാണെന്നാ തോന്നുന്നേ. ഓ, അത് ശരി. എന്നാ വാ, കേറിക്കളയാ. Hey you girls, get out of my class and stay outside. എടി ഇസ, യൂട്ടേൺ എടുത്തോടി. സാറാന്നാ തോന്നുന്നേ.
അപ്പോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നെടുത്തതെല്ലാം നല്ലോണം നോക്കിയിട്ട് വേണം വരാൻ. താങ്ക് യു സാർ. പിന്നെ ഏതെങ്കിലും ഒരു കുട്ടി പോയിട്ട് ആ പുറത്തേക്കണ രണ്ടെണ്ണത്തിന് ഇങ്ങ് വിളിച്ചോണ്ട് വാ. എന്താ സാർ? ഒന്ന് പോയിട്ട് പൂജിക്കാൻ വിളിച്ചതാ. ഈ സാറിനെ കൊണ്ട്. നിർത്തടോ, കൂടുതൽ കിടന്ന് ഓവർ സ്മാർട്ട് ആവല്ലേ. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണോ? അല്ല സാറേ. സാർ ഇവര് സിസ്റ്റേഴ്സ് ആണ്. അതേതാടാ പട്ടി? ലേറ്റ് ആയതിന്റെ കാരണം പറ. സാറേ, സത്യം പറയണോ അല്ലെ കള്ളം പറയണോ? സത്യം. എഴുന്നേക്കാൻ കൊഞ്ചം ലേറ്റ് ആയി പോയച്ച്. നിങ്ങൾ ട്യൂൺസ് ആണോ? ചെറുതായിട്ട്. കേറി പോരണ്ടും. ന്യൂ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ജെയിൻ. ഞാൻ ഇസ്ര. ഇവൾ ഇസ്ര. എന്നാ നമുക്ക് ഫ്രണ്ട്സ് ആവാ. ഞങ്ങളാണ് ഈ കോളേജിന്റെ പ്രിയപ്പെട്ട തല്ലിപ്പുള്ളികൾ. ഓ, ഇപ്പൊ ഇറങ്ങിപ്പോയല്ലോ ഇവിടുന്നൊരു സാധനം. പുതിയ സാറാണല്ലേ. കാണാൻ തന്നെ ഒരു കടുവയുടെ ഫിഗർ. ഞാൻ ഒരു കാര്യം പറയട്ടെ? ആടാ പറ. അതൊരു സീക്രട്ട് ആണ്, ആരോടും പറയരുത്. അതെന്റെ ചേട്ടനാ. ഏടാ, ഇയാൾ ഇതുപോലെ തന്നെയാണോ വീട്ടിലും? ഇയാൾ ഇതേപോലെ തന്നെ വീട്ടിലും. ഇതായിട്ട് എനിക്ക് അനിയനൊന്നും പരിഗണന തന്നിട്ടില്ല. അച്ഛനോടും അമ്മേനോടും മിണ്ടണ പോലും ഞാൻ കണ്ടിട്ടില്ല. ഇയാളെന്താ ഇങ്ങനെ? കടുവയാണെന്ന് കാണുമ്പോ തന്നെ ആൾക്കാർക്ക് തോന്നും. പിന്നെ അല്ലാതെ ഫിഗറും ഉണ്ട് കടുവയുടെ. ഇപ്പൊ റിയൽ ലൈഫിലാണെന്ന് അറിഞ്ഞപ്പോ എന്തോ പോലെ. എന്തുപോലെന്ന്? മനസ്സ് ഫുള്ള് പേടിയാണോ? എന്ത് കുന്തോന്നും പോലും മനസ്സിലാവണില്ല. പുല്ല്. ഈ കണ്ടപ്പോ തന്നെ നിനക്കൊക്കെ പേടിയാണ്. അപ്പൊ പുള്ളിയുടെ കൂടെ ഈ 20 വർഷം അനിയൻ പട്ടം എടുത്ത് പുള്ളിയുടെ കൂടെ താമസിക്കണ എനിക്ക് എന്ത് തന്നോടി നീയൊക്ക. ഞാൻ പേടിച്ച് കിടക്കേ മുള്ളാൻ കൂടി ഉള്ളു ഇനി. ഓ, പേടിയാവുന്നയ്യോ. എടി, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? ഒന്നുമില്ലടി. എടാ, ഞങ്ങള് പോണേണ് കേട്ടോ. ബൈ ബൈ. എടി, എന്താടി പോത്തെ പറ. എടി, എനിക്ക് ഒരു പുള്ളി ഇഷ്ടോ. മീൻ കക്ഷി ആരാ? ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ വന്നില്ലേ? ആര്? നമ്മുടെ ക്ലാസ്സിൽ കുറെ അങ്ങാടും ഇങ്ങാടും പോണ്ടല്ലോ. പിന്നെ ജെയിനാണോ? അതൊന്നും അല്ല. ജെയിൻ എനിക്ക് ബ്രദറിനെ പോലെയാ. എടി മായി. പിന്നെ ആരാടി? സാറ്. What the fuck? നിനക്ക് ബുദ്ധിയില്ലേ? പുള്ളിനെ തന്നെ വേണോടി നാശമേ നിനക്ക്. എടി, ക്രഷ് അടിച്ചോ എടി? ട്രൂ ആണോ? ട്രൂവാ. ഫസ്റ്റായി പറയണ്ടേ പുള്ളിയോട്? എനിക്ക് മറ്റേ സ്റ്റോറിയിലൊക്കെ കാണുന്ന പോലെ മനസ്സിലിട്ട് നടക്കാൻ പറ്റൂല. എനിക്ക് ഇപ്പോ തന്നെ പറയണം. ബട്ട് ഒന്ന് പ്രിപ്പയർ ആവുകയും ചെയ്യണം. പിന്നെ ഒരു കറക്റ്റ് സന്ദർഭം കിട്ടിയാൽ ഞാനങ്ങ് കയറി പൊളിക്കും. നീ പേടിക്കണ്ട. ജനിച്ചപ്പോൾ മുതൽ നിന്റെ കൂടെ ഞാനുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ ഏതൊരു ഡിസിഷനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ചാവാനാണ് വിധി, ഞങ്ങൾക്ക് ചാവാം. എന്തായാലും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് 2 പെട്ടി റെഡിയാക്കണം. അതെനിക്ക് മനസ്സിലായി. എന്നെക്കൊണ്ട് വയ്യ. എനിക്ക് ഭയങ്കര കഴിവാണേ. എന്റെ പൊന്ന് കഴിവേറി അങ്ങ് നടക്ക്. അമ്മേ, അമ്മേ. അയ്യോ പിച്ചക്കാരി, എന്റെ പൊന്ന് പിച്ചക്കാരി. ഇവിടെ ഒന്നുമില്ല. ഇവിടെ എടുക്കാൻ ഒരു രൂപയില്ല. ഞാനും വേണമെങ്കിൽ വരാം. വല്ല പൈസയും കിട്ടുമെങ്കിൽ ഞാൻ വരട്ടെ. എന്റെ പൊന്ന് തള്ള, ഇത് ഞാനാണ് ഇസ്ര. ഓ, നീയായിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ട് വരണ്ടേ മോളെ? തള്ള, എന്ത് തള്ള വൈബാണ് നിങ്ങള്? എടി എടി എടി, നീ എന്നെയാണോ തള്ള വൈബ് എന്ന് പറയണേ? എടി, ഞാൻ വൈബ് തള്ളയെടി. പിന്നെ ഇന്ന് രാവിലെ പുട്ടാണ് അമ്മച്ചി കഴിച്ചത്. ഞങ്ങൾ പോയി കഴിഞ്ഞ ശേഷം ഭയങ്കര തള്ളാണല്ലോ. വല്ല പണി ഉണ്ടെങ്കിൽ പോയി വല്ല പണിയെടുക്ക് അമ്മച്ചി. ഓ, ഞാൻ തന്നെ പോയി പണി ചെയ്യണമല്ലേ? 20 വയസ്സാലേടി നിനക്ക്? ഒരു പണി എങ്ങനെ നിനക്ക് ചെയ്യാൻ അറിയോടി നിനക്ക്? എന്റെ പൊന്നു തമ്പുരാനെ, അടിയനോട് ക്ഷമിച്ചാലും എന്റെ വൈന്നറിയാതെ വന്നുപോയി. ആന്റി, ഇതേതാ ഈ യുദ്ധഭൂമിയിൽ പുതിയൊരു ബടൻ? ഇതാര്? പാറുമയോ?
ആന്റി കുറച്ച് ഉപ്പ് തരൂ. ഇസ്ര പോയി ഉപ്പെടുത്തു കൊടുത്തേ. ഇതന്നാ അമ്മച്ചി കയ്യും കാലും ഇല്ലേ? ഓ ഞാൻ തന്നെ പോയി എടുത്തോളാം. ഒരു 2K കിഡ്സ്. ഓ 2K കിഡ്സിന് പുച്ഛിക്കൊന്നും വേണ്ടട്ടോ. ആറു ആന്റിക്ക് സുഖമാണോ? പിന്നെ ഭയങ്കര സുഖോ. ഇപ്പൊ കയ്യും കാലും അനക്കാൻ പറ്റൂലല്ലോ. എന്നെ കൊണ്ടുള്ള പണി മൊത്തം എടുപ്പിക്കണ്ട്. അപ്പൊ കയ്യും കാലിന് ഉളുക്കൊന്നും മാറിയില്ലേ? ഓ നിർത്ത്. മമ്മിയെ പറഞ്ഞിട്ട് നിനക്കാണല്ലോ ഡീസേ തള്ള വൈബ്. അഞ്ഞപ്പോടി പാറു, നീ അപ്പുറത്തെ വീട്ടിൽ പോയായിരുന്നോ? യെസ്, കാര്യം പറയൂ. അതുണ്ടല്ലോ. പോരട്ടെ. കാള വാല് പൊക്കണ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അപ്പുറത്ത് അവര് മൂന്നും ഓ മുടി പോയി. ഓ പെൺകുട്ടികളാണ്. ഞാൻ LGBT എന്റെ കിഴങ്ങത്തുകളെ ഫുള്ള് കേക്ക്. പെൺകുട്ടികളല്ല, ആൺകുട്ടികളാണ്. ഒന്നെനിക്ക്, ഒന്നെന്റെ പാറൂസിന്. വിസൂന് വേണ്ടേ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? അവളെങ്ങനെ അറിയാനാ? അതിന് ഇപ്പോഴല്ലേ ഞാൻ നിന്റെ അടുത്ത് തന്നെ പറയണേ. ഓ സോറി ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. എന്ത് സസ്പെൻസ് ഇടാതെ രണ്ടും കൂടി ഒന്ന് പറ. എടി ഉണ്ടല്ലോ, ഞങ്ങളുടെ കോളേജിലെ പുതിയൊരു സാറ് വന്നു. ഇവൾക്ക് പുള്ളിനോട് ക്രഷ് അടിച്ചടി. പുള്ളിനോട് ഇവള് ഇഷ്ടം പറയുമെന്ന് പറയണേ. ഓ മറ്റേത് പ്രൊഫസർ ലവ്. നടക്കട്ടെ. എപ്പോഴാ പറയണേ? എപ്പോഴെങ്കിലും പറയണം. അപ്പൊ നാളെ പറയില്ലേ? എടി പോത്തെ, ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ ടൈം പിടിക്കും, ബട്ട് ഞാൻ പറയും. എടി പാറൂസേ, ഇന്ന് ഈവനിങ് ഞങ്ങള് പോകണ്ട്. നീയും വന്നോട്ടോ. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്യാം. പിന്നെ നീ ഞങ്ങൾക്കൊരു പരിചയപ്പെടുത്തി തന്നെ. നിനക്കറിയാവുന്നല്ലേ മൂന്നെണ്ണത്തിന്. ഞാൻ വരാട്ടോ. നിങ്ങൾ റെഡി ആയിരുന്നു? ഞാൻ ഷാർപ്പ് 5 മണിക്കുണ്ടാവും. ഇന്നാടി ഉപ്പ്. ഓക്കെ ബൈ ഗായ്സ്, ഞാൻ ഈവനിങ് വരാം. പോവാ. പെട്ടെന്ന് പോവാം. ഞാൻ റെഡിയായി. പക്ഷെ തമ്പുരാട്ടിമാരുണ്ട് റെഡി ആയിട്ടില്ല. ഞാൻ റെഡി ആയിട്ടോ അപ്പാ. ഞാനും റെഡിയായി. ഓ ഞാൻ ലേറ്റ് ആയില്ലല്ലോ. പോവാ. ഹോബി നീയോ? ജീനി നീയോ? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഹലോ മക്കളെ, എനിമീസാ. എടി ഇത് എന്റെ മക്കളാണോ? അതേടി. ഹോബ അവരകത്തോട്ട് വിളിക്ക്. ഞാൻ മറന്നുപോയി. അകത്തോട്ട് കേറി. ഞാൻ ജോയ്, ഇവളെന്റെ വൈഫ് ഹോബ. ഞാൻ ജോയ്, ഇവളെന്റെ വൈഫ് ജീനി. പിന്നെ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ഇരട്ട മക്കൾ. പരിട്ടകളുമാണ് കേട്ടോ. ഇസയും ഇസ്രയും. ഇത് പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ വില്ലക്കുട്ടി, ഇവരുടെ ക്ലോസ് ഫ്രണ്ട് കൂടിയാണ്. ഞങ്ങൾക്ക് 3 ത്രിമൂർത്തികളുണ്ട്. 3ഉം കൂടി പുറത്ത് കറങ്ങാൻ പോയേ. എന്തോ ആന്റി, ഞങ്ങളൊന്ന് ഈ വീട് ചുറ്റി കണ്ടോട്ടെ? മക്കളെ പോയി കണ്ടോ. ഇതാണ് ഇവരുടെ ഫാമിലി പിക്ക്. വാട്ട്?